വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്ത്യാനികളെ വിഷാദാത്മകത നമുക്ക് ശോചനീയമാണ്. ഫ്രാൻസിസ് സാലസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വിഷാദാത്മകനായവൻ ശോചനീയനാണ്. ദൈവമക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കേണ്ടവരാണ്. അപ്പം അതിനു പകരം വിഷാദാത്മകത, അതാണ് നമ്മുടെ സംസാരത്തിൽ തെളിയുന്നത്, മുഖത്ത് തെളിയുന്നത്, പെരുമാറ്റത്തിൽ തെളിയുന്നത് എങ്കിൽ അത് നമുക്ക് ശോചനീയം എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 3 തരം ആളുകളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇവിടെ സമൂഹത്തിൽ ഇന്നും നമ്മൾ കാണാറുണ്ട്. ഒന്നാമത്തെ ഘടകമാണ് ദുഃഖം പൂണ്ടിരിക്കുന്ന വ്യക്തികൾ, വിഷാദം തളം കെട്ടിക്കിടക്കുന്ന വ്യക്തികൾ. ഇംഗ്ലീഷിൽ പറയും മെലങ്കോളിക്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരവസ്ഥയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. മെലങ്കോളിക്കായിട്ട് ദുഃഖം അല്ലെങ്കിൽ വിഷാദം തളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോകും, ഇവർ വ്യാകുലമാതാവിനേക്കാൾ വലിയ ദുഃഖത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഒന്ന് ചിരിക്കാനോ ഒന്ന് സന്തോഷിക്കാനോ പോസിറ്റീവായിട്ടൊന്ന് പറയാനോ ഒന്നും പറ്റാതെ പോകുന്ന ആ അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അതല്ല നമ്മുടെ വിളി ആവശ്യപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. വിലാപങ്ങൾ 3-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്: എൻ്റെ ആത്മാവിന് സന്തോഷമില്ല, സ്വസ്ഥതയില്ല, എൻ്റെ മനം തകർന്നിരിക്കുന്നു. ഈ ഗണത്തിൽപ്പെടുന്ന ആളുകളുണ്ടാകാം. ചില പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മൾ തള്ളപ്പെടുന്നത്. സങ്കീർത്തനം 42 3-ാമത്തെ വചനം സങ്കീർത്തനം പറയാണ്: രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി. ഞാൻ കണ്ണീര് കുടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്, അതും രാവെന്നോ പകലെന്നോ ഇല്ലാതെ. രണ്ടാമതൊരു ഗണം ആൾക്കാരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതാണ് നിർവികാരത ഭരിക്കുന്നവർ, ഇൻസെൻസിറ്റീവ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ അവസ്ഥകളോ അതെന്ത് കേട്ടാലും അറിഞ്ഞാലും ഇൻസെൻസിറ്റീവായിട്ട് കഴിയുന്ന, നിർവികാരനായിട്ട് കഴിയുന്ന വ്യക്തികളുണ്ട്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ പറഞ്ഞിരിക്കുന്നത്: നിന്നെ എനിക്കറിയാം, നിൻ്റെ അവസ്ഥ ഞാൻ അറിയുന്നു, നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത വ്യക്തിയാണ്. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. അപ്പോൾ അതിനെന്ത് വിലയുള്ളത്? ഏതാണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് നിർവികാരത. അത് ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു ഗണത്തെ നമുക്ക് കാണാൻ സാധിക്കും, അതിലേക്ക് നമ്മൾ വരണം. അതാണ് സന്തോഷമുള്ളവർ. അതിൻ്റെ ഒരു റിഫൈൻഡ് ഗ്രേഡാണ് ആനന്ദം അനുഭവിക്കുക എന്നുള്ളത്. സന്തോഷം നമ്മുടെ മുഖമുദ്രയായി മാറണം. ഏത് സാഹചര്യത്തിലും കർത്താവിൽ ആനന്ദിക്കാൻ നമ്മൾ പഠിക്കണം. അതെല്ലാം ദൈവമക്കളുടെ വിളിയായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഫിലിപ്പിയർ 4:4 നമുക്കറിയില്ലേ: നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, സന്തോഷിക്കുക. അതാണ് ക്രിസ്ത്യാനിയുടെ വിളിയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 തെസ്സലോനിക്ക 5:16 മുതൽ വായിച്ചാലോ: എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സ് വരുന്നുണ്ടായിരിക്കാം, അച്ഛൻ പ്രിയാകുമ്പോൾ വീട്ടിൽ വന്നൊരു ദിവസം താമസിക്കുക, വീട്ടിലെ അവസ്ഥ കാണുക, എന്നിട്ട് പറ സന്തോഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കർത്താവ് വചനത്തിൽ ഒരവസ്ഥയെക്കുറിച്ചും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഏതവസ്ഥയിലും നമുക്ക് ഈ പറഞ്ഞ കാര്യം നടത്താൻ പറ്റും. എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. മത്തായി 5:11-12 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്: എൻ്റെ നാമത്തിൽ നിങ്ങൾ പീഡ സഹിക്കേണ്ടി വരുമ്പോൾ പോലും ആനന്ദിച്ചാഹ്ലാദിക്കണം, എങ്കിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഇതിന് നാം ആത്മീയമായിട്ട് വളരണം. നമുക്കൊരു ദൈവിക ദർശനം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനികൾക്ക് ശരിക്കും ദുഃഖകാരണം എന്താണ്? സമ്പത്തില്ലാത്തതാണോ? മാരക രോഗം വന്നാണോ? കുടുംബത്തിൽ ആരെങ്കിലും ഉറ്റവരോ ഉടയവരോ മരിച്ചു പോയതാണോ? ഒന്നുമല്ല. അതൊന്നും അല്ല ശരിക്കുള്ള കാരണം. സങ്കീർത്തനം 77 10-ാമത്തെ വചനം പറയുന്നുണ്ട്: അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് നിൻ്റെ ദുഃഖകാരണം. ഇത് സംഭവിക്കാതെ നമുക്ക് ഇഷ്ടംപോലെ സമ്പത്തും സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ സന്തോഷം ഉണ്ടാകണമെന്നില്ല. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ സിംഹക്കുഴിയിലേക്ക് എറിയാൻ കൊണ്ടുപോയ സമയത്തും ആ മനുഷ്യൻ സന്തോഷത്തോടെ ആനന്ദത്തോടെയാണ് അതിലേക്ക് പോയത്. അദ്ദേഹം പറഞ്ഞു, അധികം താമസിയാതെ എൻ്റെ ശരീരം, എൻ്റെ എല്ല് ആ സിംഹങ്ങളുടെ വായിൽ പൊടിയും. വിശുദ്ധ കുർബാനയ്ക്ക് ഗോതമ്പ് പൊടിഞ്ഞ് അപ്പമാകുന്നത് പോലെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതിൽ എനിക്ക് അഭിമാനം. പുള്ളി കരഞ്ഞുന്നവരോടിച്ചല്ല പോയത്, ആനന്ദത്തോടെയാണ് ആ ഒരു സാഹചര്യം ഏറ്റെടുത്തത്. ക്രിസ്ത്യാനികൾക്ക് ആനന്ദ കാരണമാകേണ്ടത് എന്താണെന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം, ദൈവാനുഭവം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എല്ലാ സമയത്തും ആനന്ദം പകരേണ്ടത്. അപ്പസ്തോല പ്രവർത്തനം 13:50 മുതൽ 52 വരെ വായിച്ചാൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആനന്ദിക്കുന്ന ശിഷ്യരെ കാണാൻ പറ്റും. കാരണം അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ്. ഹബക്കുക്ക് 3:17 മുതൽ വായിച്ചാൽ
പ്രവാചകൻ പറഞ്ഞെന്താ? അത്തിവൃക്ഷം പൂത്താലും ഇല്ലേലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, കാരണം അവിടുന്നാണ് എൻ്റെ ബലം. ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.